വയനാട്ടിലെ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച കാര്യങ്ങൾ. IC ബാലകൃഷ്ണൻ MLAക്ക് എതിരെ EDയുടെ അന്വേഷണം വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമന കോഴക്കേസ് ED അന്വേഷിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിവരങ്ങളുമായി CV അനുമോദ് ചേർന്നു. അനുമോദ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതിൽ ഇപ്പോൾ EDയുടെ അന്വേഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായും EDക്ക് ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കും. CPM ഇതൊരു രാഷ്ട്രീയ വിഷയമായി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ EDക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? എന്താണ് ഇപ്പോൾ ഈ കേസിൽ EDയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ ഈ IC ബാലകൃഷ്ണനെതിരെ വിജിലൻസിന്റെയും പോലീസിന്റെയും ഒക്കെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതാണ്. നിലവിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം കൂടി വരുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നതും അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്തുള്ള പ്രതികരണം ആദ്യം വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, IC ബാലകൃഷ്ണനിലൂടെ ED അന്വേഷണം നടത്തി തുടങ്ങുകയാണെങ്കിൽ അത് ഈ ബത്തേരി അർബൻ സർവീസ് സഹകരണ ബാങ്കിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നേരത്തെ തന്നെ കരുവന്നൂരിലേക്ക് EDയുടെ അന്വേഷണം ഉണ്ടായതും ബാങ്കിന്റെ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ അവിടെ നടന്ന ഈ അനധികൃതമായിട്ടുള്ള തിരിമറികളെയൊക്കെ എത്രമാത്രം അവർ പുറത്തു കൊണ്ടുവന്നു, അത് പിന്നീട് എത്രമാത്രം രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളത്. അപ്പോൾ IC ബാലകൃഷ്ണനെതിരെയാണ് ഈ അന്വേഷണം തുടങ്ങുന്നതെങ്കിലും അത് ക്രമേണ ബാങ്കിന്റെ മൊത്തം പ്രവർത്തനത്തെ അന്വേഷിക്കുന്ന തരത്തിലേക്ക് എത്തിയാൽ സ്വാഭാവികമായിട്ടത് നിലവിലുള്ള സാഹചര്യമായിരിക്കില്ല കോൺഗ്രസിനുണ്ടാകുക. അത് വലിയ പ്രതിസന്ധി തീർക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. പ്രത്യേകിച്ച് ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് NM വിജയന്റെ കത്തൊക്കെ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ അത് ഈ സാമ്പത്തിക തിരിമറികളിലേക്ക് മാത്രം നീങ്ങുന്നതായിരിക്കില്ല എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തുവാൻ. പ്രത്യേകിച്ച് IC ബാലകൃഷ്ണനെതിരെ എത്ര രൂപയുടെയാണ് ഈ ഒരു അഴിമതി എന്ന് കത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ വ്യക്തമാക്കിയിട്ടില്ല. പണം വാങ്ങി എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ IC ബാലകൃഷ്ണൻ അത്തരത്തിൽ പണം വാങ്ങിയോ ഇല്ലേ എന്നതിനപ്പുറം ED ഒരുപക്ഷെ അന്വേഷിക്കുക ഈ ബാങ്കുമായി നടത്തിയ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ED നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വയനാട്ടിലെ കോൺഗ്രസ്സുകാരെ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ വയനാട്ടിലെ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ്. അതൊരു പക്ഷേ ഇടതുപക്ഷവും BJPയും ഒക്കെ വലിയ ആയുധമാക്കാനുള്ള സാഹചര്യവും തള്ളിക്കളയാനാവില്ല. നിലവിലെ സാഹചര്യത്തിൽ IC ബാലകൃഷ്ണനെതിരെ NM വിജയന്റെ കത്തിലെ പരാമർശങ്ങളും മറ്റുമാണ് ഉള്ളത്. അതിൽ സാമ്പത്തിക തിരിമറി എന്ന തരത്തിലാണ് ആരോപണങ്ങളുള്ളത്. എത്ര രൂപ അല്ലെങ്കിൽ ഇന്ന ഇടത്ത് വെച്ച് അത്തരം വിശദാംശങ്ങളൊന്നും ഈ പുറത്തു വന്ന ഇതുവരെയുള്ള കത്തിലോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒന്നും തന്നെ ഇല്ല. സ്വാഭാവികമായിട്ടും ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് അത്രയും നല്ലതാണ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് തെളിയിക്കുവാൻ ഈ അന്വേഷണത്തിനോട് സാധിക്കുമെന്നൊരു നിലപാടാണ് IC ബാലകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണം മറ്റ് ഏജൻസികളുടെ അന്വേഷണത്തിൽ വ്യത്യസ്തമാവുന്നത് അത് ബാങ്കിലേക്ക് കൂടി വ്യാപിക്കുമോ, ബാങ്കിന്റെ പ്രവർത്തനങ്ങളെയും ബാങ്കിൽ നടന്ന നിയമനങ്ങളെയും ഒക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം കൂടി അറിയുമ്പോഴാണ്. എന്നാണെങ്കിലും വയനാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ED അന്വേഷണം മറ്റ് വിജിലൻസിന്റെയോ പോലീസിന്റെയോ അന്വേഷണം പോലെ ആകില്ല. അതിന്റെ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ED നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ മാത്രമേ അത് എങ്ങനെ IC ബാലകൃഷ്ണനപ്പുറം കോൺഗ്രസിനെ അത് ബാധിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ശ്രീജ, അനുമോദ്, ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ നടക്കുന്ന പോലീസിന്റെയും വിജിലൻസിന്റെയും ഒക്കെ അന്വേഷണം അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇവരുടെയൊക്കെ മൊഴിയെടുത്ത് കഴിഞ്ഞല്ലോ. ഇനി ഒരു അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇത് എന്താണ് ഇതിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ഇങ്ങനൊരു ഇത്രയും വലിയൊരു ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായത് എന്നതിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ. അത് IC ബാലകൃഷ്ണന്റെയും ഇന്ത്യ അപ്പച്ചിന്റെയും മറ്റ് അരുണേധരനെയും മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട നിരവധി പേരുടെ മൊഴി അല്ലെങ്കിൽ അവരുടെ വിശദീകരണങ്ങൾ ഇതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിന്റെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും മറ്റും പൂർത്തിയായതിനു ശേഷമേ അടുത്ത ഘട്ടത്തിലേക്ക് ഈ അന്വേഷണങ്ങൾ കടക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ നൽകിയ മൊഴികൾ തന്നെയാണ് ആരോപണ വിധേയരൊക്കെ തന്നെ ആവർത്തിക്കുന്നത്. അതിനപ്പുറം എന്തെല്ലാം കാര്യങ്ങൾ പരാതി നൽകിയവരുടെയും അതുപോലെ തന്നെ ഇതുവരെ പുറത്തു വരാത്ത രീതിയിലുള്ള പരാതികളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉള്ളവരുടെയും ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയുന്ന നിലവിലെ സാഹചര്യത്തിൽ മൊഴി രേഖപ്പെടുന്ന നടപടികളാണ് ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നും തുടങ്ങിയിട്ടുള്ളത്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.
മലപ്പുറത്ത് നിന്ന് വയനാട്ടിൽ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അത് ആ ഒരു സാമ്പത്തിക വശങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. IC ബാലകൃഷ്ണനെതിരെ EDയുടെ അന്വേഷണം ഉണ്ടാകും എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.